2 ദിവസമായിട്ട് ചക്ക കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് ഇന്നിപ്പോൾ നമ്മുടെ അയർലൻഡിൽ മലയാളി കടകളുണ്ട് കേട്ടോ. മലയാളി കട എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മിക്ക സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് നമ്മൾ ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 400 ഗ്രാമാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് നാട്ടിലെ ഏകദേശം ഒരു 300 രൂപ വരുന്നുണ്ട്. അപ്പം ഇതാണെങ്കിൽ നല്ലതായിട്ട് അരിഞ്ഞൊക്കെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു 400 ഗ്രാം എന്ന് പറയുന്നത് കിട്ടുന്നത്. നമുക്ക് ഒത്തിരി ഒരു ഫാമിലിക്ക് ഫുള്ളൊന്നും കഴിക്കാനൊന്നും കാണത്തില്ല. ആഗ്രഹത്തിന് 1-2 പേർക്കൊക്കെ കഴിക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചക്കയാണെങ്കിൽ ഞാൻ മഞ്ഞപ്പൊടിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടൊന്ന് വേണ്ട ഈ ഒരു പാകത്തിന് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളം വെച്ചില്ല. ജസ്റ്റ് എനിക്ക് ഈ ഒരു ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് കടുക് ഇട്ടു. പിന്നെ അതിനകത്ത് ഞാൻ കുറച്ച് സവാളയും ചേർത്ത് നമ്മുടെ നേരത്തെ വെച്ചിരുന്ന ആ ഒരു തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്ത് ഇതിനകത്തേക്ക് ചേർത്തു, ഇളക്കിയെടുത്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വേവിച്ചതുണ്ടാക്കി. അപ്പോൾ ഇന്ന് ഇതും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ല മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ചക്കയുടെ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ചക്ക വേവിക്കുമ്പോൾ കിട്ടുന്നത്. അല്ലാതെ നമുക്കൊരു കയ്പോ വേറൊരു ടേസ്റ്റോ ഒന്നും വരുന്നില്ല. നന്നായിട്ട് നമുക്ക് ആ ഒരു ചക്ക കഴിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ മാറ്റാൻ പറ്റും.